ബഹുമാനപ്പെട്ട ആദരണീയനായ ഗുരുക്കന്മാരുടെ ഗുരുവായ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ, അധ്യക്ഷനായ ശ്രീ വിജയകൃഷ്ണൻ, ശ്രീ എം മൻസൂർ, ശ്രീ പ്രവീൺ മോഹൻ, ശ്രീ പി ബി സുരേഷ്, ശ്രീമതി ക്രിസ്റ്റീന ചെറിയാൻ, ശ്രീ ബിനു ശിവദാസ്, ശ്രീ കെ ഗോവിന്ദൻ, ശ്രീ അബൂബക്കർ സിദ്ദിഖ്, ശ്രീ പി എസ് സിബി, ശ്രീ ആർ പത്മകുമാർ, ഇവിടെ വന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ 100-ാം വയസ്സ് അടുപ്പിച്ച് പ്രിയപ്പെട്ട സാനു മാഷ് ഇവിടെ വന്നെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇത്രയും ഇപ്പോഴെന്നോട് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ, ഐ ആം ഓൾമോസ്റ്റ് ബ്ലൈൻഡ് എന്ന്. അത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ ഉള്ള ചില ബലഹീനതകൾ ഉണ്ടെങ്കിലും കുട്ടികളുടെ ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ ആദരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ, വളരെ ക്രിസ്പിയായിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ശേഷം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ഓൺ ചെയ്യാനില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മനുഷ്യനാകണം, മനുഷ്യത്വമുള്ളവരായി തീരണം, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പഠനമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. എങ്കിലും എന്നെ ഏൽപ്പിച്ച കർത്തവ്യം നിർവഹിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇന്ന് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് എന്ത് പഠിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങൾ IAS-കാരാവണം, അല്ലെങ്കിൽ IPS-കാരാവണം, അല്ലെങ്കിൽ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, അതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വേണ്ടതിലധികം ഗൈഡൻസ് ചുറ്റുവട്ടത്തു നിന്ന് എല്ലായിടത്തുനിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതുറപ്പാണ്. അതിനേക്കാൾ ഉപരി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പഠന കളരിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുറന്നു വയ്ക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം പഠിക്കണം? ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, ശരിയാണ്, നമുക്ക് ബേസിക് വിദ്യാഭ്യാസം ആവശ്യമാണ്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണത്. എങ്കിലും ഏറ്റവും അധികം പഠിക്കേണ്ടത് ചില ജീവിത നിപുണതകളാണ്, ലൈഫ് സ്കിൽസ് ആണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. വളരെ ചുരുക്കത്തിൽ പറയാം, പ്രധാനമായിട്ടും 8 ലൈഫ് സ്കിൽസ് ആണ് ഉള്ളത്. അതിനകത്തിൽ ഒന്ന് എന്ന് പറയുന്നത് സ്വയം പര്യാപ്തത. വടക്കൻ സെൽഫി എന്ന് പറഞ്ഞൊരു സിനിമയിൽ വളരെ ഹാസ്യപരമായിട്ടൊരു കാര്യം അവതരിപ്പിച്ചു. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളിന് ഫോം ഫില്ല് ചെയ്യാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നല്ല തക്കാളി എടുക്കാൻ അറിഞ്ഞുകൂടാ എന്നുള്ളത്. അത് കണ്ട് നമ്മൾ പലരും ചിരിച്ചു. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എന്നെ ഞെട്ടിച്ചൊരു സംഭവം കൂടിയാണത്. MBBS കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഫോം ഫില്ല് ചെയ്യാൻ അറിയാതെ ഞാനൊരു മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ വിദ്യാഭ്യാസം എന്തുണ്ട്, എത്രയുണ്ട് എന്നതിനേക്കാൾ ഉപരി നമുക്ക് ജീവിക്കാൻ അറിയാമോ, ജീവിത നിപുണതയുണ്ടോ, സെൽഫ് സഫീഷ്യന്റ് ആണോ, സ്വയം പര്യാപ്തരാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ആവശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര കുട്ടികൾ പ്ലംബിംഗ് അറിയാം, അല്ലെങ്കിൽ അത്യാവശ്യം ഇലക്ട്രീഷ്യന്റെ പണി അറിയാം, സ്വയം ഡ്രസ്സ് വാഷ് ചെയ്യാൻ അറിയാം എന്ന് ഞാൻ ആരോടെയും ചോദിക്കുന്നില്ല. നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ പ്രാവീണ്യം നേടേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് പറയുന്നത്, നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു മാത്സര്യ ലോകത്താണ് ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മാത്സര്യ ബുദ്ധി ഉണ്ട് താനും, അത് വേണം താനും. കാരണം മത്സരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് ദൈനംദിനമായിട്ട് എങ്ങനെയൊക്കെ എക്സല് ചെയ്യണം എന്ന് നമ്മൾ തന്നെ ആലോചിക്കുകയുള്ളൂ, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയുള്ളൂ. പക്ഷേ അത് ആരോഗ്യപരമായിരിക്കണം. ഹെൽത്തി കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വേണം. അതിവിടെയുള്ള എല്ലാ കുട്ടികളും ഓർത്തിരിക്കേണ്ടതാണ്. അതാണ് അടുത്ത കാര്യം. ആരോഗ്യപരമായിട്ടുള്ള ഒരു മാത്സര്യ ബുദ്ധി ഇല്ലെങ്കിൽ പലപ്പോഴും അത് ട്രാജഡിയിൽ ചെന്ന് അവസാനിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരാഗ്യത്തിനും, അല്ലെങ്കിൽ അസൂയ മൂത്ത് ഓരോ അതിക്രമങ്ങൾ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യത്തിലാകുകയും സമ്മർദ്ദമേറുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് നേടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പഠിച്ചെടുക്കണം. മൂന്നാമെന്ന് പറയുന്നത്, ജീവിതത്തിൽ സമ്മർദ്ദമേറി വരും. സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണം, സ്ട്രെസ് മാനേജ്മെന്റ്. സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണം? അനുദിനം അടിക്കടി, ഒരു കുഞ്ഞ് പിറന്ന് വീഴുമ്പോൾ തന്നെ സമ്മർദ്ദമുണ്ട്. LKG പോകുമ്പോൾ വലിയ കിലോ ബാഗായിട്ടാണ് പോകുന്നത്, അന്നേരം മുതൽ സമ്മർദ്ദമുണ്ട്. അമ്മ അങ്ങോട്ട് മാറുമ്പോൾ അത് കരയാൻ തുടങ്ങും. അപ്പൊ പിറന്നു വീഴുന്ന കുട്ടിക്ക് മുതൽ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ സമ്മർദ്ദം ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു സാഹചര്യവുമല്ല. ഈ സമ്മർദ്ദത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അതാണ് അടുത്ത പ്രധാന പാഠ്യവിഷയം. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചെടുക്കണം? സാമൂഹ്യ അവബോധം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് തീരെയില്ല. അതായത് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചോ, ആരാണ് ഭരിക്കുന്നതെന്നോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ചോ, സമൂഹത്തെക്കുറിച്ചോ, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ എന്താണോ, എന്തൊക്കെയാണ് നമ്മൾ അനുദിനം നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, ഇതൊന്നും അറിയാത്തവരായിരിക്കരുത്. സോഷ്യൽ അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കൺട്രോൾ ഓഫ് ഇമോഷൻസ്. പലപ്പോഴും നമ്മൾ തെറ്റി വീഴുന്നത് ഇവിടെയാണ്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്കറിയാതെ വരുന്നു.
വൈകാരിക വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. തൽഫലമായിട്ട് ബന്ധങ്ങളെ ഉലച്ചു കളയുന്നു. നമുക്കൊരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കെപ്പില്ലാതെ വരുന്നു. ജോലിസ്ഥലത്ത് നേരാവണ്ണം ജോലി ചെയ്യാൻ പറ്റാതെ വരുന്നു. കളീഗ്സായിട്ട് പ്രശ്നം, ഫ്രണ്ട്സായിട്ട് പ്രശ്നം, തൊഴിലിടങ്ങളിലും വീടുകളിലും സമൂഹത്തിലും അത് പിന്നീട് പ്രശ്നമായി മാറുന്നു. അപ്പോൾ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊരു ജീവിത നിപുണതയാണ്. അത് നമ്മൾ അഭ്യസിപ്പിച്ച് എടുക്കണം. സ്വയം അതിൽ നമ്മൾ ശീലിച്ചെടുക്കേണ്ടതും ആവശ്യമാണ്. അടുത്തതെന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠനം. നമ്മളെല്ലാവരും പറയും മൂല്യം എന്നുള്ളത് അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്നുള്ളത് കാലഹരണപ്പെട്ടു പോയ എന്തോ ആണ് എന്നുള്ള ധാരണയാണ് നമുക്കെല്ലാവർക്കും. അങ്ങനെയല്ല. സത്യസന്ധത, ആത്മാർത്ഥത, സ്നേഹം, ധാർമ്മികത, വിശ്വസ്തത, മറ്റുള്ളവരെ സഹിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷമെങ്കിലും ചിലവാക്കുക, ഇത്തരം മൂല്യങ്ങൾ നിറഞ്ഞതാകണം നമ്മുടെ ജീവിതം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ വിജയം കൊയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതും ഒരു ജീവിത നിപുണതയാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ജീവിതത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചു മുന്നേറുമ്പോൾ ചിലപ്പോൾ തോൽവികൾ സംഭവിക്കാം. എത്ര കുട്ടികൾ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ചും കോവിഡിന്റെ സമയത്ത് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ വലിയൊരു സംഖ്യ കേട്ട് നമ്മളെല്ലാവരും ഞെട്ടിയവരാണ്. അപ്പോൾ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും 17 വയസ്സിന് താഴെയുള്ള ഒരുപാട് കുട്ടികൾ ആ ഒരു വഴി ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, തോൽവി വരുമ്പോൾ ആ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നുണ്ട്. ജീവിതത്തിൽ തോൽവി വരുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ നേരിടണം, എങ്ങനെ ജയോത്സവമായി മുന്നോട്ട് പോകണം, അതിനെ മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും നമ്മൾ പഠിച്ചെടുക്കണം. അതും ഒരു ജീവിത നിപുണതയാണ്. തോൽവി വരുമ്പോൾ തട്ടി വീഴാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ലാറ്ററലൈസ് ചെയ്ത് മറ്റു രീതിയിൽ പല തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനോ അല്ല. അതിനെ എങ്ങനെ മറികടക്കാം, അതിനെ എങ്ങനെ നമുക്ക് ഒരു വിജയത്തിന്റെ പാതയിലേക്ക് നമ്മളെ തന്നെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോകാം, അതും നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. പിന്നീടുള്ളത്, കുട്ടികളെല്ലാവരും പഠിച്ചെടുക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ഹെൽപ്പ് റെൻഡറിങ് പോയിന്റ്സ് ഉണ്ടാവും. ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലാവാം, പഠനത്തിലാകാം, അല്ലെങ്കിൽ കരിയറിലാകാം. ഒരുപാട് നമുക്ക് ഹെൽപ്പ് റെൻഡറിങ് പോയിന്റ്സ് ഉണ്ട്. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ, വഴിമുട്ടി നിൽക്കുമ്പോൾ, മുന്നോട്ട് പോകാൻ ഒരു ചെവിട് വയ്ക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങുന്ന അവസരത്തിൽ കുട്ടികൾ വന്ന് എത്തിപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സാധ്യത വരുമ്പോൾ എവിടുന്ന് സഹായം തേടണം, അല്ലെങ്കിൽ ഏതാണ് ആപ്റ്റായിട്ടുള്ള പോയിന്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന പ്രശ്നം വരുമ്പോൾ ഇന്ന ആളിനെ ആശ്രയിക്കണം, ഇന്ന പ്രശ്നം വരുമ്പോൾ ഇന്ന ആളിനെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സഹായം എടുക്കണം എന്നുള്ള ഹെൽപ്പ് റെൻഡറിങ് പോയിന്റ്സ് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം. ഈ 8 കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയോത്സവമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അടുത്തത് എന്തിനു പഠിക്കണമെന്നുള്ളതാണ്. എന്തിനാ നമ്മൾ പഠിക്കുന്നേ? നമ്മളെന്തിനാ പഠിക്കുന്നേ? ജോലി കിട്ടാൻ, വരുമാന മാർഗമുണ്ടാകാൻ. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണ് പറയുന്നത്. അത് ധനമുണ്ടാക്കാനും നമ്മളെ സഹായിക്കും, അല്ലാതെ അത് നമ്മളെ പോളിഷ് ചെയ്യും, റിഫൈൻ ചെയ്യും. എന്നിരുന്നാലും ആത്യന്തികമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തിനാ? 1, നമുക്ക് അറിവ് സമ്പാദിക്കാൻ, അറിവ് ജ്ഞാനവും സമ്പാദിക്കാൻ. 2, വ്യക്തി വികസനത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അറിവുണ്ട്, ജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വ്യക്തി വികസനം നടന്നില്ലെങ്കിൽ, വ്യക്തിത്വ വികസനം നേരായ വണ്ണം നടന്നില്ലെങ്കിൽ ഈ അറിവും ഈ വിദ്യാഭ്യാസവും ഈ ഡിഗ്രീസും കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അത് തന്നെയല്ല, നമ്മൾ സ്വയം ആസ്പയർ ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നു, നമുക്ക് അനുദിനം നമ്മൾ ഇൻസ്പിറേഷൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന വിഷയമാണ്, നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്, സാമൂഹ്യ ഉത്തരവാദിത്വമുണ്ട്. സ്വയം നമ്മൾ മുന്നേറുമ്പോൾ സമൂഹത്തിന് വേണ്ടി നാം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. സൗത്ത് ആഫ്രിക്കയിലുള്ള ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു രാഷ്ട്രത്തെ തച്ചുടയ്ക്കണമെങ്കിൽ മിസൈലോ ആറ്റം ബോംബോ ഒന്നും ആവശ്യമില്ല, അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ച മാത്രം മതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രം തന്നെ ആശ്രയിച്ചിരിക്കുന്നത് അടുത്ത തലമുറയുടെ വിദ്യാഭ്യാസം ഏത് തരത്തിലാണ്, അടുത്ത തലമുറ എങ്ങനെയാണ്, അവരുടെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരു രാഷ്ട്രം നിലനിൽക്കുന്നതും ആ രാഷ്ട്രം തച്ചുടഞ്ഞ് താഴെ വീഴുന്നതും വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ ഭാവിയിലുള്ള, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ, ഭാവിയിലെ പൗരന്മാർ അവരെ ആശ്രയിച്ചാണ്. അപ്പോൾ രാഷ്ട്രം നമുക്ക് എന്ത് തന്നു എന്നുള്ളതല്ല, നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് കൊടുക്കുന്നു. സ്വയം നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് പേര് വരും, പ്രശസ്തി വരും, അല്ലെങ്കിൽ നമുക്ക് പണം വരും, എല്ലാം വരും. പക്ഷെ രാഷ്ട്രത്തിന് നമ്മൾ കാരണം രാഷ്ട്രത്തിന് എന്ത് ഗുണമുണ്ട്, രാഷ്ട്രം എന്ത് ഇങ്ങോട്ട് തരുന്നു എന്നുള്ളത്, നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നു,
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നാം പഠിക്കേണ്ടത്. നമ്മുടെ സ്വന്തം ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. ഇനി എങ്ങനെ പഠിക്കണം, എന്ന് തീരും ഈ പഠനം? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? MSCയോ അല്ലെങ്കിൽ MDയോ അല്ലെങ്കിൽ തത്തുല്യപരമായിട്ടുള്ള കോഴ്സസോ അവിടെ നമ്മുടെ പഠനം തീരുമെന്ന് ആരും കരുതണ്ട. ജീവിതകാലമൊക്കെയും ജീവിതാവസാനം വരെയും പഠിക്കണം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട സാനുമാഷ്. അതുകൊണ്ട് എത്ര കാലം നമ്മൾ ഈ ഭൂമുഖത്തുണ്ടോ അത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതെല്ലാം, അതായത് പണ്ട് കാലത്ത്, ഇപ്പോൾ ഐസക് ന്യൂട്ടന്റെ മാത്രം എടുക്കുക, ആപ്പിൾ താഴെ വീണ് ഗുരുത്വാകർഷണം അദ്ദേഹം കണ്ടുപിടിച്ചു, കാൽക്കുലസ് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇതൊക്കെയും 50 വർഷത്തെ റിസർച്ച് കൊണ്ടായിരിക്കാം അദ്ദേഹം കണ്ടുപിടിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ 1ാം ക്ലാസ്സിനോടുകാരനോട് ചോദിച്ചാൽ ഇതെല്ലാം അറിയാം. 1-2 മണിക്കൂർ പഠനം കൊണ്ട് കാൽക്കുലസ് എല്ലാം ഇപ്പോഴത്തെ കുട്ടികൾ പഠിച്ചു കഴിയും. അപ്പോൾ ലോഡഡ് ഇൻഫർമേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഠനം എങ്ങും അവസാനിക്കുന്നില്ല. ഓരോരോ പുതിയ കാര്യങ്ങളും സെക്കൻഡ്സിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആകണം, അല്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെട്ടു പോകും. അവിടെ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. എല്ലാ ദിവസവും വേണം. ലൈഫ് ലോങ് ഉള്ള പഠനമായിരിക്കണം. അത് തന്നെയല്ല, നമ്മൾ നമ്മുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു യാത്രയായിരിക്കണം. മൂല്യങ്ങൾ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ, ധാർമ്മികത മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പകുതി വഴിയാവുമ്പോൾ വീണുപോകും. മൂല്യച്യുതി സംഭവിച്ചാൽ നമുക്ക് പിന്നെ മുന്നോട്ട് ഉള്ള ഗമനം ബുദ്ധിമുട്ടായിട്ട് വരും. അത് തന്നെയല്ല, നമുക്കൊരു പഠിക്കാനുള്ളൊരു മനോഭാവം വേണം. നമ്മളെല്ലാം അറിവിൻ്റെ സബ്രമഞ്ചത്തിൽ ഇരിക്കുന്നു എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പഠിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ നമുക്ക് അറിവുണ്ടാകും, ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ തർക്കിച്ചും വാദിച്ചും നിന്നാൽ നമുക്ക് പിന്നീട് ഒന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് എനിക്ക് ഇനിയും പഠിക്കണം. അവർ പറയുന്നത് ചിലപ്പോൾ നിസ്സാരം കാര്യമായിരിക്കും, എങ്കിലും ഇനിയും പഠിക്കണം എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം കുട്ടികളോട് വരെ നമ്മൾ വിചാരിക്കും ഇത്രയും റോക്കറ്റ് വിക്ഷേപണവും വലിയ വലിയ കാര്യങ്ങളൊക്കെ നടത്തി അദ്ദേഹം കുട്ടികളുടെ നിസ്സാര ചോദ്യങ്ങൾ വരെ വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ ഉത്തരം പറഞ്ഞിരുന്നു. അപ്പോൾ നിസ്സാരമെന്ന് നമ്മൾ കരുതും, പക്ഷെ അതൊരിക്കലും നിസ്സാരമല്ല. അതുകൊണ്ട് ഒന്നിനെയും നിസ്സാരവൽക്കരിക്കാതെ നമ്മൾ എല്ലാത്തിനെയും ശ്രദ്ധയോടെയും ക്ഷമയോടെയും കേട്ട് മുന്നോട്ട് പോകാനും പഠിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. എഗെയിൻ ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് APJ അബ്ദുൽ കലാം അദ്ദേഹത്തെ മാത്രം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ആദ്യത്തെ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല. കാരണം ആദ്യത്തെ വിജയത്തിന് ശേഷം വിശ്രമിച്ചാൽ, രണ്ടാമത്തെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് തോൽവി സംഭവിച്ചാൽ, നിങ്ങളുടെ ആദ്യത്തെ വിജയം വെറും ഭാഗ്യം മാത്രമായിരുന്നു, ലക്ക് കൊണ്ട് മാത്രമായിരുന്നു, നിമിത്തം മാത്രമായിരുന്നു എന്ന് പറയാൻ കാത്തിരിക്കുന്ന അനേകം നാവുകളും ചുണ്ടുകളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഈ കുട്ടികളെല്ലാം തന്നെ വിജയികളാണ്. പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ വിജയത്തിന്റെ ശേഷം നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ തോൽവികളൊക്കെയും വരാം, സാരമില്ല, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് ചില സെറ്റ് ബാക്സ് ലൈഫിൽ ഉണ്ടായേക്കാം. പക്ഷേ ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രതിസന്ധികളും ഓരോ കഥകൾ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നു. അത് എത്രമാത്രം നിറമുള്ള കഥകളാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഏറ്റവും നിറമുള്ള കളർഫുൾ കഥകളാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മളൊരു ഹൈവേയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരുപാട് ഹംസ് അതിന് മുന്നേ വരാം, ഇടനാഴികൾ വരാം. വിശാലമായ ഹൈവേയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എത്ര ഹമ്പ് പിന്നിട്ടു, അല്ലെങ്കിൽ എത്ര ഇടനാഴികൾ ക്രോസ് ചെയ്തു, എത്ര തവണ ഒരു സ്റ്റോപ്പ് വന്നു എന്ന് നമ്മൾ ആലോചിക്കാറില്ല, വിശാല വഴിയിൽ പോകും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും വിശാലത വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ വിശാലമായ ഹൈവേയിലേക്ക് വരുന്നതിന് മുമ്പേ ചില ടെമ്പററി സ്റ്റോപ്പ് വന്നേക്കാം, ചില ഹംസ് വന്നേക്കാം. ഈ ഹംസ് വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം അതിൽ തട്ടിത്തെറിച്ചു പോകാൻ ഇടവരരുത്, നമ്മുടെ ഫോക്കസ് അതിൽ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. ലക്ഷ്യബോധത്തിൽ മുറുകി പിടിച്ച് ഈ ഹംസ് വരും, പക്ഷേ അത് വിശാലതയിലേക്കുള്ള വഴിയുടെ താൽക്കാലികമായിട്ടുള്ള ഒരു ടെമ്പററി സ്റ്റോപ്പ് സിഗ്നൽ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതേ ഉത്തേജനത്തോടെ, ഫോക്കസ് നഷ്ടപ്പെടാതെ, ലക്ഷ്യബോധം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ നിറമുള്ള കഥകളുള്ളവരായി തന്നെ നമുക്ക് ജീവിക്കാം. തുടർന്നുള്ള നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും, നിങ്ങളുടെ എല്ലാ പഠനങ്ങളിലും, ഔദ്യോഗിക മേഖലകളിലുമൊക്കെയും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ചോദിക്കാവുന്നതാണ്.